എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാമാണ്. അതായത് KGT ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ എക്സാമിൻ്റെ സിലബസിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൽ വരുന്ന കോംപ്രിഹെൻഷൻ പാസേജ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഞാൻ അപ്പം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും എക്സ്പ്ലനേഷനും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് ഇരിക്കുക. അതിനുശേഷം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള പാസേജാണ്, പക്ഷേ എങ്കിലും എളുപ്പമുള്ള ഒരു പാസേജാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാസേജും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് വരുന്നത്. ഒരു പാസേജിൽ നിന്ന്, അതായത് ഈ കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്ന് 4 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. 4 മാർക്ക് വരെയാണ് ചോദിക്കാറുള്ളത്. ബാക്കിയുള്ളതൊക്കെ സാധാരണ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ നമ്മുടെ ഈ പുതിയ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസും ആണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് പറയുക. ഞാൻ സമയം തരുമെങ്കിലും നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ മാർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ആ ഒരു സെക്ഷൻ തന്നെ കോംപ്രിഹെൻഷൻ പാസേജ് ആണ്. ഇംഗ്ലീഷാണ് ഫസ്റ്റ് വരുന്നത്. സ്റ്റഡി ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഈ പാരഗ്രാഫ് ഞാൻ 2 തവണ മെല്ലെ വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 തവണ വായിച്ചു കഴിയുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്ന ഒരു പാസേജാണ്. ഓക്കെ. ഇന്ത്യാസ് റോൾ ഓൺ ദ ഇൻ്റർനാഷണൽ സ്റ്റേജ് വാസ് മോൾഡഡ് ബൈ ഹിസ്റ്ററി റാദർ ദാൻ ബൈ ദ പോംപ് ആൻഡ് circumstances of war. As a separate entity of the British Empire, India became a founder member of the League of Nations in the same way as Australia and Canada, and thus acquire a somewhat unique international status long before independence. During the days of the League, when India's interests were affected, such as in matters of trade or the position of Indians overseas, the Indian delegation did not hesitate to make known its independent position for what it was worth. Some Indian delegates were in demand for chairing meetings riddled with the contention and controversy because of their reputation for impartiality and talent for meditation. These were the small beginnings of India's later entry into the United Nations in 1945. Again, as a founder member before independence, the drafting of Chapter 9 and 10 of the UN Charter, which deal with international social and economic cooperation, was entrusted to a group that was presided over by an Indian. It is important, however, to bear in mind that the fact that the government of independent India had no part in the drafting of the UN Charter, although it accepted the obligations contained therein. The UN was primarily the creation of 3 powers, the USA, UK and Russia. The size, population, resources and potential of India lent in it the weight of a medium power in the functioning of the United Nations. The fact that India was among the first nations to liberate itself from the imperialist domination through non-violent means endowed it with a moral obligation to work in
and outside the UN for the independence of nations. Still under colonial rule, India has served on Security Council for 10 years or 5 times, on the Trusteeship Council for 12 years or 4 terms, on the Economic and Social Council for 21 years or 7 terms. ഓക്കെ, അപ്പോൾ ഈ പാരഗ്രാഫ് ഇപ്പോൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് മനസ്സിരുത്തി വായിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തം ഒന്ന് വായിക്കുക. ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. India's role on the international stage was molded by history rather than by the pomp and circumstances of war. As a separate entity of the British Empire, India became a founder member of the League of Nations in the same way as Australia and Canada, and thus acquired a somewhat unique international status long before independence. During the days of the League, when India's interests were affected, such as in matters of trade or position of Indians overseas, the Indian delegation did not hesitate to make known its independent position for what it was worth. Some Indian delegates were in demand for chairing meetings riddled with contention and controversy because of their reputation for impartiality and talent for meditation. These were the small beginning of India's later entry into the United Nations in 1945, again as a founder member before independence. The drafting of Chapter 9 and 10 of the UN Charter, which deal with international social and economic cooperation, was entrusted to a group that was presided over by an Indian. It is important, however, to bear in mind that the fact that the government of independent India had no part in the drafting of the UN Charter, although it accepted the obligations contained therein. The UN was primarily the creation of 3 powers, the USA, UK and Russia. The size, population, resources and potential of India lent it the weight of a medium power in the functioning of the United Nations. The fact that India was among the first nations to liberate itself from the imperialist domination through non-violent means endowed it with a moral obligation to work in and outside the UN for the independence of nations still under colonial rule. India has served on the Security Council for 10 years or 5 terms, on the Trusteeship Council for 12 years or 4 terms, and on the Economic and Social Council for 21 years or 7 terms. വലിയൊരു പാരഗ്രാഫ് ആണെങ്കിലും അർത്ഥം മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് മനസ്സിരുത്തി എല്ലാവരും ഒന്ന് വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടൈറ്റിൽ ബിലോ ദാറ്റ് ദ ബെസ്റ്റ് എക്സ്പ്രസസ് ദ ഐഡിയ ഓഫ് ദ പാസേജ് ഈസ്. അതായത് ഈ പാസേജിന് കൊടുക്കാൻ പറ്റിയ ടൈറ്റിൽ ഏതാണ്? ഞാൻ ഉത്തരം പറയാണ്. അപ്പോൾ ഇന്ത്യൻ്റെ ആ യുണൈറ്റഡ് നേഷൻസിലെ റോള് ആണ് പറയുന്നത്. അതായത് ആൻസർ എ ആണ് വരുന്നത്. ഇന്ത്യാസ് റോൾ അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ്, UN-ലുള്ള ഇന്ത്യയുടെ റോള് ആണ് ഇവിടെ പറയുന്നത്. ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെയുള്ള ഈ ഒരു ഇന്ത്യൻ്റെ റോളാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് മാത്രം ആൻസർ മാർക്ക് ചെയ്യാം. Through a part of the British Empire, India enjoyed great
prestige at the league in as much as Indian delegates were demand for chairing meeting to consider controversial issues. It was because Indian delegates were well known for their impartiality. Indian delegates had talent for mediation. പിന്നെ India was considered as a power to reckon with. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആലോചിച്ച് ഉത്തരം എഴുതുക. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Indian delegates were well known for their impartiality. Indian delegates had talented for meditation. നമുക്ക് ആ ഒരു പാരഗ്രാഫ് നോക്കണം തന്നെ ഇല്ല, അതിലുള്ളൊരു ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ദ UN ചാർട്ടർ ഡീൽ വിത്ത് ഇൻ്റർനാഷണൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ? അപ്പോൾ നമ്മൾ ആ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്കവിടെ ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ആർട്ടിക്കിൾസാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഡീൽ ചെയ്യുന്നത്? ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 9 and 10 ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നിന്നുള്ള. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഡസ് നോട്ട് ഫൈൻഡ് എനി കവറേജ് ഇൻ ദ പാസേജ്? തന്നിരിക്കുന്ന പാസേജിൽ ആ ഒരു കൺട്രീനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതേതാണ്? ആൻസർ എഴുതിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീലങ്കയാണ്. ശ്രീലങ്കനെ കുറിച്ച് ഒരു കാര്യം ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ചിലപ്പോൾ ഇതുപോലുള്ള പാരഗ്രാഫ് ആയിരിക്കും, വലുതാണെങ്കിലും സിമ്പിളായിരിക്കും. ചിലതിൽ ഇതുപോലെ പാരഗ്രാഫ് തന്നിട്ട് അതിൽ ആൻറ്റോണിമും സിനോണിമും ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും. ചിലതിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടായിരിക്കും കാണുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് കമല സെഡ് ഐ ആം ലേറ്റ്. അതായത് കമല സെഡ് ഐ ആം ലേറ്റ് എന്നുള്ളതിൻ്റെ ഇൻഡയറക്റ്റ് ഫോമാണ്. റിപ്പോർട്ടഡ് സ്പീച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇതാ കമല സെഡ് ദാറ്റ് ഷി വാസ് ലേറ്റ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ കമല സെഡ് ദാറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ആം ലേറ്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അപ്പം ഐ ഉള്ളതിന് മാറ്റണം. അതായത് കമലയാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ ഷീ ആയിട്ട് മാറും. ആമിനെ വാസ് ആയിട്ട് മാറ്റണം. ഓക്കെ, കമല സെഡ് ദാറ്റ് ഷി വാസ് ലേറ്റ്. അടുത്തത് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ആണ്. അപ്പോൾ ഇതിൽ മൈ അങ്കിൾ വിൽ പേ മൈ ട്യൂഷൻ ഫീ. ചേഞ്ച് ദ വോയിസ്. അപ്പോൾ ഇതിൽ മൈ അങ്കിൾ വിൽ പേ മൈ ട്യൂഷൻ ഫീ എന്നുള്ളതിൻ്റെ പാസീവ് വോയിസ് ഏതാണ്? ആൻസർ ഓപ്ഷൻസ് ബി ആണ്. അതായത് നോക്കുക, മൈ ട്യൂഷൻ ഫീ വിൽ ബി പെയ്ഡ് ബൈ മൈ അങ്കിൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ മൈ ട്യൂഷൻ ഫീ എന്നുള്ളത് സബ്ജക്റ്റായിട്ട് വരും, ബൈ മൈ അങ്കിൾ എന്നുള്ളത് ഒബ്ജക്റ്റായിട്ട് വരും. പിന്നെ വിൽ പേ എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ ടെൻസ് മാറില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. വിൽ ബി എന്ന് വരും, പിന്നെ പെയ്ഡ് ആണ് വരുന്നത്. ഓക്കെ, വിൽ ബി പെയ്ഡ് ബൈ മൈ അങ്കിൾ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്. മൈ ട്യൂഷൻ ഫീ വിൽ ബി പെയ്ഡ് ബൈ മൈ അങ്കിൾ. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഷീ ഈസ് കളക്ടിങ് സ്റ്റിക്കേഴ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈസിൻ ഷീ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ
ഷീ ഈസ് കളക്ടിങ് സ്റ്റിക്കേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഓൾറെഡി തന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ ടാഗ് നെഗറ്റീവ് ആവണം. ഷീ ഈസിൻറ്റ് എന്ന് വരും. പിന്നെ ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ഇൻകറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുള്ള വേർഡ് ഏതാണ്? ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺട്രോവേഴ്സ്യൽ. VER വരണമായിരുന്നു, ഇവിടെ VA ആണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് കറക്റ്റാണ്. ASSESSED അസസ്റ്റ്. വിസിൽ WHISTLE. ഡെവലപ്ഡ് DEVELOPED. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ 4 alternatives, സെലക്ട് ദ alternative which best expresses the meaning of the idiom to keep the wolf away from the door. To keep the wolf away from the door എന്നുള്ള ആ ഒരു ഇഡിയത്തിൻ്റെ മീനിങ്, കറക്റ്റ് മീനിങ് എന്താണ്? 4 ഓപ്ഷൻസ് നോക്കുക. കറക്റ്റായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ടു കീപ്പ് അവേ ഫ്രം എക്സ്ട്രീം പോവേർട്ടി. ആൻസർ ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ വോൾഫിനെ ഒരു വിശപ്പിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. ഓക്കെ, വിശപ്പിൻ്റെ പ്രതീകമായിട്ടാണ് വോൾഫിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിശപ്പ് എന്ന് പറഞ്ഞാൽ പോവേർട്ടി ആണല്ലോ. അപ്പോൾ ഈ വോൾഫിനെ ഡോറിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രീം പോവേർട്ടീനെ എവേ ആക്കുക. കീപ്പ് എവേ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ടു കീപ്പ് എവേ ഫ്രം എക്സ്ട്രീം പോവേർട്ടി. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഇൻഫിനിറ്റീവ് ഓഫ് ദ ഗിവൺ വേർബ്. Selfish people will not come forward dash others. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു ഹെൽപ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെൽഫിഷ് പീപ്പിൾ വിൽ നോട്ട് കം ഫോർവേഡ് ടു ഹെൽപ്പ് അതേഴ്സ് എന്നുള്ളതാണ് വരുന്നത്. ഇവിടെ വരുന്ന ഇൻഫിനിറ്റീവ് ടു ഇൻഫിനിറ്റീവ് ആണ്, ടു ഹെൽപ്പ് എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സിനോണിം ഓഫ് ദ വേർഡ് ഒപ്യുലൻസ്. ഒപ്യുലൻസ് എന്നുള്ളതിൻ്റെ സിനോണിം. ആൻസർ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, വെൽത്ത് ആണ്. ഒപ്യുലൻസ് എന്ന് പറഞ്ഞാൽ വെൽത്ത് എന്നുള്ളതാണ് അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ. Read the sentence below to find out whether there is any grammatical error in it. അതായത് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് ഏതാണ്, ആ ഭാഗം ഏതാണെന്നാണ് പറയുന്നത്. ആ സെൻറ്റൻസ് ഒന്ന് ജസ്റ്റ് വായിക്കാം. നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദെൻ ഹീ സ്റ്റാർട്ടഡ് റീഡിങ്. നോ എറർ. ഇതിലേത് ഭാഗത്താണ് തെറ്റുള്ളത്? ആൻസർ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. നോ സൂണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരേണ്ടത് ദാൻ ആണ്, ദെൻ അല്ല. THAN ആണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പൽ? What are the dash to become a college principal? ആൻസർ പറയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രൈറ്റീരിയ ആണ്. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പാൾ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെനി എംപ്ലോയേഴ്സ്
dash present today. Many employers dash present today. ആൻസർ ഓപ്ഷൻ സി ആണ്, 6 ആണ്. മെനി എംപ്ലോയേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലൂറലായിട്ടുള്ള വെർബ് വരണം. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, 6 ഇവിടെ പ്ലൂറലായിട്ട് വരുന്നത്. ഓക്കെ, 6 ആൻസർ വരുന്നത്. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എനി വേർഡ്, ലുക്ക് ഫോർ ഇറ്റ് ഇൻ ദ ഡിക്ഷണറി. അപ്പോൾ ലുക്ക് ഫോർ എന്നുള്ളതിൻ്റെ എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ, അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലുക്കപ്പ് ആണ്, ലുക്കപ്പ്. ഓക്കെ, ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് എനി വേർഡ്, ലുക്ക് അപ്പ് ഇറ്റ് ഇൻ ദ ഡിക്ഷണറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, fill in the blanks using the appropriate adverb of manner. She blended into the background dash. അവിടെ ഈസിയാണ് വരേണ്ടത്. ഡ്യൂ ടു ഹെർ ടിമിഡ് നേച്ചർ. ഷീ ബ്ലെൻഡഡ് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട് ഡാഷ്. ഈസിൻ്റെ ഏത് ഫോമാണ് വരേണ്ടത്? ഡ്യൂ ടു ഹെർ ടിമിഡ് നേച്ചർ. ഇതിൽ ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. വിത്ത് ഈസ്, ഇൻ ഈസി, ഈസിലി. ഓക്കെ, വിത്ത് ഈസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. ആൻസർ പറയാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഈസിലി ആണ്. അതായത് ഷീ ബ്ലെൻഡഡ് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട് ഈസിലി ഡ്യൂ ടു ഹെർ ടിമിഡ് നേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഡ് റീച്ച്ഡ് ആണ്. അതായത് ഇവിടെ റെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മളവിടെ വീട്ടിലെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ അവിടെ ഹാഡ് റീച്ച്ഡ് എന്നുള്ളതാണ് വരേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. ഓക്കെ, അടുത്തത്, ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ. ദ ക്യാറ്റ് വാസ് സ്ലീപ്പിംഗ് ഡാഷ് ദ ട്രീ. ആൻസർ ഓപ്ഷൻ എ, അണ്ടർ ആണ്, അണ്ടർ ദ ട്രീ. ഓക്കെ, we have moved dash from that location. We have moved dash from that location. റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. ഏതാണ് കറക്റ്റായിട്ടുള്ളത് വരും മാച്ച് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അവർസെൽസ് ആണ്. കാരണം എന്താണ്? വി ആണ് സബ്ജക്റ്റ്. അപ്പോൾ വിയിൽ വരേണ്ടത് അവർസെൽസ് ആണ്. ഓക്കെ, out of the 4 alternatives, choose the one which can be substituted for the given words. One who is indifferent to pleasure or pain. One who is indifferent to pleasure or pain. One word substitute ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, stoic. One who is indifferent to pleasure or pain. Answer option A, stoic. What are CGST and SGST? CGSTൻ്റെയും SGSTൻ്റെയും ഫുൾ ഫോം, കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഓക്കെ, അടുത്തത്, ബഗ് ഈസ് എ. ബഗ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ലോജിക്കൽ എറർ ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലെ ലോജിക്കൽ എററിനെയാണ് ബഗ് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് എ
software substituted for hardware and stored in ROM. Dash is a software substituted for hardware and stored in ROM. ആൻസർ ഓപ്ഷൻ എ ആണ്, ഫേംവെയർ ആണ്. അതായത് റോമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ചോദിച്ചാലും ഫേംവെയർ ആണ് വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. OMR സ്റ്റാൻഡ്സ് ഫോർ, OMR എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒപ്റ്റിക്കൽ മാർക്കർ റെക്കഗ്നിഷൻ ആണ്. Where did ശ്രീനാരായണ ഗുരു established a school in 1881? 1881 ശ്രീനാരായണ ഗുരു എവിടെയാണ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അഞ്ചുതെങ്ങ് ആണ്. അഞ്ചുതെങ്ങിലാണ് ശ്രീനാരായണ ഗുരു 1881 സ്കൂൾ സ്ഥാപിച്ചത്. ബൈനറി നമ്പർ സിസ്റ്റം കൺസിസ്റ്റസ് ഓഫ്. ബൈനറി നമ്പർ സിസ്റ്റം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വൺസ് ആൻഡ് സീറോസ് ആണ്. 2 ബേസ് സിസ്റ്റമാണ് ബൈനറി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ 0യും 1ഉം ആണ് ഡിജിറ്റ്സ് വരുന്നത്. ഓക്കെ, ക്യാരക്ടേഴ്സ് വരുന്നത്. അടുത്തത്, the place we can enter text, numerals, etc. and that can be manipulated and viewed as are called. The place we can enter text, numerals, etc. and that can be manipulated and viewed are called. Answer option A ആണ്, document window ആണ്. ഓക്കെ, document window എന്ന് പറഞ്ഞാൽ the place where we can enter text, numerals, etc. and that can be manipulated and viewed are called document window. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The space between margin and the paragraph starting is called. The space between the margin and the paragraph starting is called. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻഡൻറ്റേഷൻ ആണ്. ഇൻഡൻറ്റേഷൻ ആണ്, അതായത് മാർജിനും പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിനും ഇടയിലുള്ള സ്പേസിനെ പറയുന്നതാണ് ഇൻഡൻറ്റേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് ഷോസ് പർട്ടിക്കുലർ പേജ് നമ്പർ ഓൺ ഈച്ച് പേജ് ആൻഡ് ദ ഫെസിലിറ്റി ഓഫ് വേർഡ് പ്രോസസ്സിംഗ് ഈസ് കോൾഡ്. The word processing software shows particular page number on each page and the facility of word processing is called. Answer പറയാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, പേജിനേഷൻ ആണ്. പേജിനേഷനെയാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ പർട്ടിക്കുലർ പേജ് നമ്പേഴ്സ് വരുന്നതിന് ആ ഒരു ഫെസിലിറ്റീനെയാണ് നമ്മൾ പേജിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the drop cap drops dash lines as default. അതായത് ഡ്രോപ്പ് ക്യാപ്പിലുള്ള ഡീഫോൾട്ട് ലൈൻസ്, ഡ്രോപ്പ് ചെയ്യുന്ന ഡിഫോൾട്ട് ലൈൻസ് എന്ന് പറയുന്നത് എത്ര ലൈൻസ് ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3 ആണ്. മാക്സിമം ഡിഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഫ്രം ദ പേജ് മാർജിൻ സെറ്റപ്പ്. പേജ് മാർജിൻ സെറ്റപ്പിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെൻറ്റർ ആണ്. അതായത് നമുക്ക് പേജ് മാർജിനിൽ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം ഇത്രയാണ് ചെയ്യാൻ പറ്റുന്നത്. സെൻറ്റർ എന്ന് പറയുന്ന ഒരു പേജ് മാർജിൻ സെറ്റപ്പ് ഇല്ല. ഓക്കെ, സഫാരി ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറീസ്. സഫാരി എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ആൻസർ പറയുകയാണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്രൗസറാണ്. ഓക്കെ, സഫാരി എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, the act of stealing digital information stored on computer servers or electronic devices of an unknown victim with the intent to compromise privacy or obtain confidential information is known as. The act of stealing digital information stored on computer servers or electronic device of an unknown victim with the intent to compromise privacy or obtain confidential information is known as. ഓപ്ഷൻസ് വായിക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. ആൻസർ പറയുകയാണ്, ആൻസർ ഓപ്ഷൻ എ ആണ്, ഡാറ്റ തെഫ്റ്റ് ആണ്. ഓക്കെ, ഡാറ്റ തെഫ്റ്റ് ആണ്. അതായത് ഡിജിറ്റൽ ഇൻഫർമേഷൻ ഒരു കമ്പ്യൂട്ടറിലോ സെർവറിലോ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസിലോ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡാറ്റ തെഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് GK ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് വൺ എമംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെയാണ്. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈസ് ദ ഗവൺമെൻറ് ഏജൻസി ഫോർ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. The CSO is headed by the Director General. The Central Statistical Office was established on 2 May 1949. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ആൻസർ പറയുകയാണ്, ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 1, 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് is the government agency for calculating national income in India. The CSO is headed by the Director General. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റായി? The Central Statistical Office was established on 2nd May 1951 ആണ് കേട്ടോ. 1951 ആണ് ഇയർ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ആൻസർ ഇൻ റിലേഷൻ ടു ലക്നൗ കോൺഫറൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. ലക്നൗ കോൺഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കറക്റ്റ് ആൻസർ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദ കോൺഗ്രസ് സെഷൻ വേർ നെഹ്റു ആൻഡ് ഗാന്ധി മെറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ദ ലക്നൗ കോൺഫറൻസ് വാസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, ദ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിsts. ദ ലക്നൗ കോൺഫറൻസ് held in 1916 was stayed by A.C. Majumdar. In the First World War, Britain invaded the Muslim country of Turkey. With this, the Muslim League was loyal to Britain, turned against Britain. It is for the reason that the Muslim League has decided to work with Congress. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ സി ആണ്. അതായത് 1, 3, 4 എന്നിവയാണ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3, 4 ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് റിഗാർഡിംഗ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണാം, സ്റ്റേറ്റ്മെൻറ്റ്സും ഓപ്ഷൻസും കാണാം. അണ്ടർ ദിസ് ആക്ട് പ്രൊവിഷൻ വാസ് മെയ്ഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറൽ മോഡൽ ഓഫ് ഗവൺമെൻറ് അറ്റ് ദ സെൻറ്റർ. Full autonomy was given to the states and dual governance at the center was abolished. Provision was made for the establishment of Reserve Bank of India, Public Service Commission and Federal Court. Government of India Act 1935 ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്.
അടുത്തത് which of the statements given below is or are correct. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം is the first piece of software that is activated when the computer is switched on. The operating system acts as the medium that connects the computer and the person. Buffering is the process of switching on and enabling the computer. ആൻസർ ഓപ്ഷൻ സി ആണ്. 1-2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബഫറിംഗ് അല്ല അവിടെ വരിക. ബൂട്ടിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് സ്വിച്ചിങ് ഓൺ ആൻഡ് എനേബിളിംഗ് ദ കമ്പ്യൂട്ടർ. ബഫറിംഗ് അല്ല, ബൂട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The name of Himachal mountain range is known as Himachal Pradesh. The name of Himachal mountain range is known as Himachal Pradesh. ഹിമാചൽ പ്രദേശിലുള്ള ഹിമാചൽ മൗണ്ടൈൻ്റെ പേര്, മൗണ്ടൻ റേഞ്ചിൻ്റെ പേര് ആൻസർ ഓപ്ഷൻ സി ആണ്, ധൗലാധർ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി, ധൗലാധർ. അടുത്ത ക്വസ്റ്റ്യൻ, which was the year the British passed legislation to facilitate conversion to Christianity? Which was the year the British passed legislation to facilitate conversion to Christianity? Answer option B ആണ്, 1850 ആണ്. ഓക്കെ, അടുത്തത്, where did Avanti by Lodi led the raids of 1857? Where did Avanti by Lodi led the raids of 1857? ആൻസർ ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ ഈസ് റിലേറ്റഡ് ടു ന്യൂസ് പേപ്പർ. ചൂസ് ദ കറക്റ്റ് വൺസ്. ന്യൂസ് പേപ്പേഴ്സുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അമിതാഭ് ചൗധരി ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ മാഗ്സസെ എന്നാണ് കേട്ടോ, മാഗ്സസെ എന്നാണ്. അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. മാഗ്സസെ അവാർഡ് ഫോർ ജേർണലിസം. സ്വദേശ് മിത്രൻ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് തമിഴ് ന്യൂസ് പേപ്പർ. എക്കണോമിക് ടൈംസ് ഈസ് India's first financial newspaper. Hindi and English are the official languages of Press Trust of India. ഫസ്റ്റ് ഇത് മാഗ്സസെ അവാർഡ് എന്നാണ് കേട്ടോ, അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഇത്രയാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ആർ ട്രൂ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, അടുത്തത്, വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഇൻ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതാണ്? ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി. ഫാസ്റ്റ് ആണ് കേട്ടോ, ഫസ്റ്റ് അല്ല. ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് റാം. റോം ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. റാം വാസ് ഇൻവെൻറ്റഡ് ബൈ അലൻ ഷുഗാർട്ട്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കമ്പ്യൂട്ടർ മെമ്മറി ഈസ് നോൺ ആസ് ഓക്സിലറി മെമ്മറി ആൻഡ് ബാക്കപ്പ് മെമ്മറി? താഴെ തന്നിരിക്കുന്നതിൽ ഏത് കമ്പ്യൂട്ടർ മെമ്മറിയാണ് ഓക്സിലറി മെമ്മറി എന്നും ബാക്കപ്പ് മെമ്മറി എന്നും അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്കൻഡറി മെമ്മറിയാണ്. ഫസ്റ്റ് സക്സസ്ഫുൾ ഇലക്ട്രിക് ടൈപ്പ്റൈറ്റർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? First successful electric typewriter was introduced in which year? Answer option C ആണ്, 1935. Which among the following statement is false about the loose stock of a typewriter? അതായത് ടൈപ്പ്റൈറ്ററിലെ
ലൂസ് ഡോഗുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇറ്റ് ഈസ് എ മെറ്റൽ പീസ് that holds the tooth of the escapement wheel when the machine is at rest. It is a stationary dog. If there is no loose dog, the carriage dashes towards the left of the carriage. If the loose dog spring is removed, step-by-step movement in typewriter is not possible. ലൂസ് ഡോഗുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേഷനറി ഡോഗാണ്. ഇത് മൂവബിൾ ഡോഗാണ്, സ്റ്റേഷനറി അല്ല. ഓക്കെ. ഒപ്റ്റിക്കൽ ഡിസ്ക് സ്റ്റോറേജ് ഈസ്. ഒപ്റ്റിക്കൽ ഡിസ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ആണ്. ഓക്കെ. ആൻസർ ബി ആണ്. നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ആണ്. ഇൻസ്റ്റഗ്രാം വാസ് ഫൗണ്ടഡ് ഇൻ വിച്ച് ഇയർ? ഇൻസ്റ്റഗ്രാം ഫൗണ്ട് ചെയ്ത ഇയർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2010 ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂസ് പോർട്ടൽ വെബ്സൈറ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ന്യൂസ് പോർട്ടൽ വെബ്സൈറ്റിന് എക്സാമ്പിൾ. ആൻസർ എളുപ്പമാണ്. ആൻസർ ഓപ്ഷൻ സി bbc.com ആണ്. ഹൗ മെനി പാരഗ്രാഫ് അലൈൻമെൻറ്റ്സ് ആർ അവൈലബിൾ ഇൻ MS Word? MS Wordൽ അവൈലബിൾ ആയിട്ടുള്ള പാരഗ്രാഫ് അലൈൻമെൻറ്റ്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 4 ആണ്. ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. ഇതാണ് പാരഗ്രാഫ് അലൈൻമെൻറ്റ്സ്. വേർ ഈസ് ദ ഓപ്ഷൻ ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ MS Word? MS Wordലുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഇൻസേർട്ട് ആണ്. ഓക്കെ. By clicking on which border option, all sides of the paragraph will be bordered. Answer option C, all borders ആണ്. Which option helps you to find characters, word and phrases in MS Word? Answer option C, find ആണ്. In MS Word, Ctrl plus Shift plus plus is used to. Ctrl plus Shift plus plus എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. സൂപ്പർസ്ക്രിപ്റ്റ് ആണ്. Which ribbon is used in MS Word 2007 to change font and font size? Font സൈസും മാറ്റാൻ വേണ്ടിയിട്ട് ഏത് റിബൺ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഹോം റിബൺ ആണ്. ഓക്കെ. Computer is a machine without ആൻസർ ഓപ്ഷൻ ഡി, IQ ആണ്. IQ ഇല്ലാത്ത ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ. ടു മാക്സിമൈസ് ദ ഡോക്യുമെൻറ്റ് വിൻഡോ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതിൻ്റെ കൂടെയാണ് F10 പ്രസ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി, കൺട്രോൾ ആണ്. Dash helps to enter and exit full screen mode in all modern internet browsers. ഏത് കീ ആണ്, ഫങ്ഷൻ കീ ആണ് ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സിൽ ഫുൾ സ്ക്രീൻ മോഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. F11 ആണ്. ഇൻ MS Word 2007, prepare, send, public options are allocated in. MS Word 2007 പ്രിപ്പയർ, സെൻഡ്, പബ്ലിക് തുടങ്ങിയ ഓപ്ഷൻസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഓഫീസ് ബട്ടൺ ആണ്. ദ വർക്ക്ഷീറ്റ് ഓഫ് Excel 2007 കണ്ടെയ്ൻസ് ഡാഷ് കോളംസ്. Excel 2007 നമ്പർ ഓഫ് കോളംസ് ഏതാണ്, എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 16384. Select only registers that perform the function of the CPU. അതായത് CPU ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ് പറയാം. അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്ന 4
രജിസ്റ്റേഴ്സും CPU-ൻ്റെ ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൊത്തത്തിൽ 5 രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് ഫീഡ് റോളേഴ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ ഈസ്. ടൈപ്പ് റൈറ്ററിലുള്ള ഫീഡ് റോളേഴ്സിൻ്റെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി ആണ്, 4 എണ്ണമാണ്. 4 എണ്ണം അല്ലെങ്കിൽ 2 ജോഡി. സിലിണ്ടേഴ്സ് ആൻഡ് ഫീഡ് റോളേഴ്സ് ഓഫ് എ ടൈപ്പ് റൈറ്റർ ആർ ഇൻ ഡാഷ് ഡയറക്ഷൻ. സിലിണ്ടേഴ്സും ഫീഡ് റോളേഴ്സും ഒരു ടൈപ്പ് റൈറ്ററിലെ ഏത് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്പോസിറ്റ് ആണ്. ഡാഷ് ഹെൽപ്സ് ടു ടേക്ക് ദ പേപ്പർ from typewriter without rotating cylinder. Dash helps to take paper from typewriter without rotating cylinder. Answer option B ആണ്, feed rod release lever ആണ് help ചെയ്യുന്നത്. Answer option B ആണ്. Okay. Which of the following is another name of cylinder ratchet wheel? Cylinder ratchet wheelന്റെ മറ്റൊരു പേര്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലൈൻ സ്പേസ് റാച്ചറ്റ് വീൽ ആണ്. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഓഫ് ദ ഫോളോയിങ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദ ഡാമേജ്ഡ് ടീത്ത് ഓഫ് സിലിണ്ടർ ഇൻ എ ടൈപ്പ് റൈറ്റർ മേ കോസസ് ഇറഗുലർ ലൈൻ സ്പേസിംഗ്. അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഹെൽപ്സ് ടു റെഗുലേറ്റ് ലൈൻ സ്പേസ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിലിണ്ടർ റാച്ചറ്റ് വീൽ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബേസ്ഡ് ഓൺ ടൈപ്പ് റൈറ്റർ? അതായത് ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കാം. റാച്ചറ്റ് ഡിറ്റൻറ്റ് ലിവർ ഈസ് ഓൾസോ നോൺ ആസ് ഡിറ്റൻറ്റ് റിലീസ് ലിവർ. റാച്ചറ്റ് ഡിറ്റൻറ്റ് ലിവർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ carriage between the cylinder and left thumb wheel. Ratchet detent lever is also known as line space disengaging lever. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ് ആണ്. അടുത്തത്, ഡാഷ് ഈസ് എ സ്മോൾ റോളർ പ്രസ്സിംഗ് ദ ടൂത്ത് ഓഫ് ദ സിലിണ്ടർ ഇൻ എ ടൈപ്പ് റൈറ്റർ. ആൻസർ ഓപ്ഷൻ ബി, ഡിറ്റൻറ്റ് റോളർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS PowerPoint വിച്ച് ടാബ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ഓൺ ലെഫ്റ്റ് പാനൽ വെൻ യു ഓപ്പൺ എ പ്രസൻറ്റേഷൻ? In MS PowerPoint, which tab is not available on the left panel when you open a presentation? Answer option C ആണ്, notes ആണ്. Okay. അടുത്ത question, want your logo in the same position on every slide automatically. Insert it on the. Want your logo in the same position on every slide automatically. Insert it on the. Answer option C ആണ്, slide master ആണ്. Objects on the slide that hold text are called. Objects on the slide that hold text are called. Answer option A ആണ്, placeholders ആണ്. Which of the following provides means of printing out feature notes with a miniature slide on a printed page? Which of the following provides means of printing out feature notes? Future അല്ല, feature ആണ്. Feature notes with a miniature slide on a printed page. Answer option D, audience handout ആണ്. How do you display current date on only in MS Excel? MS Excel
കറൻറ്റ് ഡേറ്റ് മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ടുഡേ ആണ്. അടുത്തത് വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ഹൈലൈറ്റ് ദ എൻറ്റയർ കോളം ഇൻ MS Excel. MS Excel എൻറ്റയർ കോളം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണ്. ഇൻ മൈക്രോസോഫ്റ്റ് എക്സൽ എ സർക്കുലർ റെഫറൻസ് ഈസ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ സർക്കുലർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. എ ഫോർമുല ദാറ്റ് എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സെൽഫ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ യു ഇൻസേർട്ട് ആൻ എക്സൽ ഫയൽ ഇൻ ടു എ വേർഡ് ഡോക്യുമെൻറ്റ് ദ ഡാറ്റ ആർ. When you insert an Excel file into a Word document, the data are. Answer option B linked ആണ്. In MS Excel, you can check the conditions against dash when applying conditional formatting. In MS Excel, you can check the conditions against dash when applying conditional formatting. ആൻസർ ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദി എബവ് ആണ്. അതായത് സെൽ വാല്യൂം ഫോർമുലയും രണ്ടും ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. അതായത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? ആൻസർ പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. യു ക്യാൻ സെറ്റ് കണ്ടീഷൻ ടു ലുക്ക് ഫോർ ബോൾഡ് ആൻഡ് അപ്ലൈ ഇറ്റാലിക്സ് ഓൺ ദ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വുമൺ വിങ് കമാൻഡർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ടു ബി അവാർഡഡ് ഫോർ ഗാലൻട്രി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്. ഫസ്റ്റ് വുമൺ വിങ് കമാൻഡർ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ടു ബി awarded for gallantry in the history of Indian Air Force. ആൻസർ ഓപ്ഷൻ സി ദീപിക മിശ്രയാണ്. അടുത്തത് മലയാളമാണ്. മലയാളത്തിൽ സംഘടനം എന്ന പദത്തിൻ്റെ വിപരീതം. സംഘടനം എന്ന പദത്തിൻ്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ സി വിഘടനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമര എന്ന അർത്ഥം വരാത്ത പദം. താമര എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? പങ്കാണ് കേട്ടോ ഫസ്റ്റത്തത്. ആൻസർ ഓപ്ഷൻ എ പങ്കമാണ്. പങ്കം എന്ന് പറഞ്ഞാൽ ചളി എന്നാണ് അർത്ഥം. അപ്പോൾ താമര എന്ന് പറയുമ്പോൾ പങ്കജം, അംബുജം, നളിനം എന്നിവയാണ് താമരയുടെ പര്യായപദം. പങ്കജം എന്ന് പറഞ്ഞാൽ ചളിയിൽ നിന്നും ജനിക്കുന്നത്, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി എന്നാണ് അർത്ഥം. തന്നിരിക്കുന്ന പദങ്ങളിൽ അലിംഗ ബഹുവചനം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗായകർ എന്നുള്ളതാണ്. ബാക്കിയുള്ള മൂന്നും വൈദ്യർ, ശാസ്ത്രികൾ, ഗുരുക്കൾ, ഇത് മൂന്നും പൂജക ബഹുവചനമാണ്. ഓക്കെ, ശരിയായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബഹുവചനം എത്ര വിധം? ബഹുവചനം എത്ര വിധം? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൂന്ന് ഇതാണ്. അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, പൂജക ബഹുവചനം, ഇത് മൂന്നാണ് വരുന്നത്. പണ്ടാല എന്ന വാക്കിൻ്റെ എതിർലിംഗ പദം. പണ്ടാല എന്ന വാക്കിൻ്റെ എതിർലിംഗ പദം. ആൻസർ ഓപ്ഷൻ എ ആണ്, കോവിലമ്മ. ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവർ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളെ ശരിയായ അർത്ഥം വരുന്ന രീതിയിൽ
ചേരുംപടി ചേർക്കുക. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ വക്താവ്, കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷു, പറയുന്ന ആൾ പ്രേക്ഷകൻ, പിന്നെ പറഞ്ഞയച്ചവൻ തിതീർഷു. ഓക്കെ, ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് A2 B4 C1 D3. A2 എന്ന് പറയുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ദിദൃക്ഷുവും, പിന്നെ B4 എന്ന് പറയുമ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു, പറയുന്ന ആൾ വക്താവ്, പിന്നെ പറഞ്ഞയച്ചവൻ എന്നുള്ളത് എന്താ വരുന്നത്, പ്രേക്ഷകൻ. ഓക്കെ, തന്നിരിക്കുന്ന പദങ്ങളിൽ തെറ്റായത് ഏത്? തന്നിരിക്കുന്ന പദങ്ങളിൽ തെറ്റായത് ഏത്? സ്ത്രീലിംഗ പുല്ലിംഗങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. താതൻ താത. താതൻ താതച്ചിയാണ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന പദങ്ങൾ വിപരീത പദങ്ങളിൽ എന്നിവയിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇഹം. ഇഹം എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് പരം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദങ്ങൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പദങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാ പദങ്ങളും ശരിയാണ്. ഓക്കെ, 1 2 3 4 5 പദങ്ങളും ശരിയാണ്. ചുവടെ തന്നിരിക്കുന്ന പദങ്ങൾ, അവയുടെ അർത്ഥം എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഡിമോട്ട് ബൃഹത്തായ, എൻറൂട്ട് വഴിമധ്യേ, നെബുലസ് തരം താഴ്ത്തുക, വോളുമിനസ് അസ്പഷ്ടമായ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് A3 B2 C4 D1. അതായത് ഡിമോട്ട് തരം താഴ്ത്തുക, എൻറൂട്ട് വഴിമധ്യേ, നെബുലസ് അസ്പഷ്ടമായ, വോളുമിനസ് എന്നുള്ളത് ബൃഹത്തായ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചില ഇംഗ്ലീഷ് പഴഞ്ചൊല്ലും അതിന് സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലും ജോഡികളായി തന്നിരിക്കുന്നു. അതിലെ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്സ് ദംസെൽസ്. താൻ പാതി ദൈവം പാതി. വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം തിന്നണം. വാട്ട് ഈസ് ബ്രെഡ് ഇൻ ദ ബോൺ കനോട്ട് ഗോ ഔട്ട് ഓഫ് ഫ്ലഷ്. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഇക്കരെ നിന്നാൽ അക്കരെ പച്ച. ഇതിൽ തെറ്റായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നുള്ളതാണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നുള്ളതിൻ്റെ മലയാളം ശൈലിയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൃദ് അധികം അന്തം, ഹൃദന്തം. ഇവിടെ ഹൃദ് തായാണ് ഫസ്റ്റ് വരേണ്ടത്. ഹൃദ് എന്നാണ് വരേണ്ടത്. അത് തെറ്റായത് കൊണ്ടാണ് കൂട്ടത്തിൽ ചേരാത്തത്. വഞ്ചിക്കാൻ ഉള്ളവൻ എന്ന ഒറ്റപ്പദം. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ എന്നതിന് ഒറ്റപ്പദം. ആൻസർ ഓപ്ഷൻ ബി ദിപ്സു എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ വാചകം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. അവിടെ ഏറ്റവും കൂടുതൽ എന്നുള്ളത് വേണ്ട. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആൻസർ കറക്റ്റായി. ഓക്കെ, ഭാഗിനേയൻ എന്നതിൻ്റെ അർത്ഥം. ഭാഗിനേയൻ
ഭാഗിനേയൻ എന്നതിൻ്റെ അർത്ഥം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സഹോദരിയുടെ മകൻ. ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്ന ചൊല്ലിന് സമാനമായ ചൊല്ലേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആടിയ കാലും പാടിയ വായും. സ്വപ്രത്യയ സ്ഥൈര്യം അർത്ഥം എഴുതുക. സ്വപ്രത്യയ സ്ഥൈര്യം. സ്വപ്രത്യയ എന്നുണ്ടായിരുന്നു കേട്ടോ, യാ വിട്ടുപോയതാണ്. സ്വപ്രത്യയ സ്ഥൈര്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മീൻ മുങ്ങിത്താണു, വള്ളക്കാരൻ ചൂണ്ട വിട്ടുകളഞ്ഞു. വാക്യം ചേർത്തെഴുതുക. മീൻ മുങ്ങിത്താണു, വള്ളക്കാരൻ ചൂണ്ട വിട്ടുകളഞ്ഞു. വാക്യം ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, മീൻ മുങ്ങിത്താണപ്പോൾ വള്ളക്കാരൻ ചൂണ്ട വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അഭിപ്രായം കൂടി തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.